ഓൺലൈൻ എഡ്ടെക് പ്ലാറ്റ്ഫോം കോപ്പറേറ്റീവ് എഡ്യൂടെക്കിൻ്റെ ഓഡിറ്റിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള PSC കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റൻറ്റ് പരീക്ഷാ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സിലബസ് ഓറിയൻറ്റഡ് ക്ലാസ്സുകൾ അതാത് പ്ലേലിസ്റ്റ് ലഭ്യമാണ്. നോട്ടുകൾക്ക് വേണ്ടിയിട്ട് ടെലഗ്രാം ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് വീഡിയോ ക്ലാസ്സുകൾ ഷെയർ ചെയ്യുക. മൂന്നാമത്തെ പാർട്ടാണ് ഓഡിറ്റിംഗ് ക്ലാസ്സിൻ്റെ 10 മാർക്കിൻ്റെ ഓഡിറ്റിംഗ് മൊഡ്യൂളിലെ മൂന്നാമത്തെ പാർട്ടിൽ നമുക്ക് ഓഡിറ്റ് പ്രോഗ്രാമും ഓഡിറ്റ് പ്രോസസ്സുമാണ് ഉൾപ്പെടുത്തിയത്. അതിൻ്റെ MCQ ക്വസ്റ്റ്യനുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓഡിറ്റ് പ്രോഗ്രാം എന്നാൽ എന്ത് എന്നത് പല ക്വസ്റ്റ്യനിലും ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകൾ കാണാറുണ്ട്. ഓഡിറ്റ് പ്രോഗ്രാം ഒരു ഡീറ്റെയിൽഡ് പ്ലാനിനെയാണ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയാം. ഡീറ്റെയിൽഡ് പ്ലാൻ എന്ന് പറയുമ്പോൾ ആരൊക്കെ ഓഡിറ്റ് സ്റ്റാഫിൽ ആരൊക്കെ എന്തൊക്കെ ഏതെല്ലാം സമയത്ത് ആണ് പരിശോധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു റോഡ് മാപ്പാണ്. ഒരു ഓഡിറ്റിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഓഡിറ്റിംഗ് സ്റ്റാഫ് ചെയ്യേണ്ട ആകെ മൊത്തം കാര്യങ്ങളുടെ പ്ലാനിനെയാണ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് സൂചിപ്പിക്കുക. വിശദമായി പറയുകയാണെങ്കിൽ ആൻ ഓഡിറ്റ് പ്രോഗ്രാം ഈസ് എ ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് ഓഡിറ്റിംഗ് വർക്ക് ടു ബി പെർഫോംഡ്, സ്പെസിഫൈങ് ദി പ്രൊസീജിയേഴ്സ് ടു ബി ഫോളോവഡ്, ദ ടൈമിംഗ് ഓഫ് വർക്ക് and the responsibility of staff members. It acts as a roadmap for the auditor during an audit. അപ്പം ഇവിടെ ഓർക്കേണ്ട കീവേഡുകൾ ഇറ്റ്സ് ആക്ട് ആസ് എ റോഡ് മാപ്പ് ഫോർ ദി ഓഡിറ്റർ. ഡീറ്റെയിൽഡ് പ്ലാൻ ഓഡിറ്റ് പ്രോഗ്രാം എന്ന് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലേക്ക് വരേണ്ടത് ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് ഓഡിറ്റിംഗ് വർക്കാണ്. ആ ഡീറ്റെയിൽഡ് പ്ലാനിൽ ഉണ്ടാകും എന്തൊക്കെ വർക്കാണ് ചെയ്യേണ്ടത്, അതിൻ്റെ പ്രൊസീജിയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്സ് എന്തെല്ലാം, അതിൻ്റെ ടൈമിങ് എങ്ങനെയാണ്, അത് ചെയ്യേണ്ട സ്റ്റാഫിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടാകും, അവരുടെ റെസ്പോൺസിബിലിറ്റിയും അതിൽ സൂചിപ്പിച്ചിട്ടുണ്ടാകും. ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ ആൻ ഓഡിറ്റ് പ്രോഗ്രാം ഈസ് എ ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ബൈ ദി ഓഡിറ്റർ. ഓഡിറ്റ് പ്രോഗ്രാം ആര് ആണ് ഡെവലപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓഡിറ്ററാണ്. ആ ഡീറ്റെയിൽഡ് ഓഡിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന ആ ഓഡിറ്റ് പ്രോഗ്രാം ലേ ഡൗൺ ദി പ്രൊസീജിയേഴ്സ് ടു ബി ഫോളോവഡ് ഇൻ ദി കോഴ്സ് ഓഫ് ഓഡിറ്റ്. ഇനി നമുക്ക് നോക്കേണ്ടത് വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ആൻ ഓഡിറ്റ് പ്രോഗ്രാമാണ്. മെയിനായിട്ട് 5 ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. പ്രോപ്പർ പ്ലാനിങ്ങിൻ്റെ ഭാഗം കൂടിയാണ് ഡീറ്റെയിൽഡ് പ്ലാനിങ് കൂടിയാണ് ഓഡിറ്റ് പ്രോഗ്രാം എന്നത്. യൂണിഫോമിറ്റി, ഡെലിഗേഷൻ ഓഫ് വർക്ക്, ടൈം മാനേജ്മെൻറ്റ്, എവിഡൻസ്. ഇത്രയും 5 ഒബ്ജക്റ്റീവ്സ് ഓഡിറ്റ് പ്രോഗ്രാമിനുണ്ട്. അപ്പോൾ പ്രോപ്പർ പ്ലാനിങ് എന്ന് പറയുമ്പോൾ എൻഷുർ ഓഡിറ്റ് വർക്ക് ഈസ് ടു ബി ഡൺ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യണം നമ്മൾ പറയാറുണ്ട്. സിസ്റ്റമാറ്റിക്കായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലൊന്നും വിട്ടുപോവില്ല. എല്ലാം അതിൻ്റെതായ പ്രാധാന്യത്തോടു കൂടി ചെയ്യാനും മുന്നോട്ട് പോകാനും സാധിക്കും എന്നത് തന്നെയാണ് ഓഡിറ്റ് പ്രോഗ്രാം ഉദ്ദേശിച്ചത്. വർക്ക് ഈസ് ഡൺ സിസ്റ്റമാറ്റിക്കലി, അത് സിസ്റ്റമാറ്റിക്കായിട്ട് ഒന്ന് വിട്ടുപോവാതെ ഓരോന്നിനും അതിൻ്റെ പ്രാധാന്യത്തോട് കൂടിയിട്ട് ചെയ്യുക എന്നതും. യൂണിഫോമിറ്റി എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ് എ കൺസിസ്റ്റൻ്റ് അപ്രോച്ച് ടു ഡിഫറെൻ്റ് ഓഡിറ്റ്. ഓരോ ഓഡിറ്റും ഓരോ രീതിയായിരിക്കും. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായ പ്രാധാന്യത്തോടു കൂടി കൺസിസ്റ്റൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ചിലതിന് ഒരു അമിതമായ ഒരു പ്രാധാന്യം കൊടുക്കൽ, പ്രാധാന്യം വേണ്ടതിന് ഒരു ടച്ച് കിട്ടാത്തൊരവസ്ഥ, അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. ഒരു യൂണിഫോമിറ്റി നിലനിർത്താനും. ഡെലിഗേഷൻ ഓഫ് വർക്ക്, കാരണം ഒരാൾ ചെയ്യുന്ന വർക്കല്ല, ഒരു ഓഡിറ്റ് ടീം തന്നെ, ഓഡിറ്ററും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫും ചെയ്യുന്ന വർക്ക് ആയതുകൊണ്ട് എല്ലാവരും കൂടെ എല്ലാതും ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അത് ആർക്കും ഒരു ഉത്തരവാദിത്തം ഇല്ലാത്തൊരവസ്ഥ വരും. അപ്പം ഓരോ സ്റ്റെപ്പും അല്ലെങ്കിൽ ഓരോ വർക്കും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇന്ന കാര്യങ്ങൾ, സെയിൽസ് ഇന്ന ആൾ ചെക്ക് ചെയ്യണം, ക്യാഷ് അല്ലെങ്കിൽ ഫിസിക്കൽ അസറ്റ് വെരിഫൈ ചെയ്യേണ്ടത് ഇന്ന ടീമാണ്. അതിനെ ചുമതലപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരതിന് ആൻസർ പറയേണ്ടി വരുമെന്നൊരു ഉത്തരവാദിത്തത്തോടു കൂടി ഏൽപ്പിക്കുമ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാവും.
അതാണ് ഡെലിഗേഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ. ഡിസ്ട്രിബ്യൂട്ട്സ് ടാസ്ക് ടു ഓഡിറ്റ് സ്റ്റാഫ് ക്ലിയർലി. ആരൊക്കെ എന്തൊക്കെ എന്നതിൽ വളരെ കൃത്യമായ ഒരു ഗൈഡ് ലൈൻ ഉണ്ടാവും. എപ്പോഴൊക്കെ തീർക്കണം, ചെയ്യണം, ഏതെല്ലാം കാര്യങ്ങൾക്ക് സ്ട്രെസ് കൊടുക്കേണ്ടതുണ്ട് എന്നതിൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന ആളുകൾക്ക് ഉത്തരവാദിത്തം ഉണ്ടാവും. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് അവർ ആര് ചെയ്തു എന്നും എങ്ങനെ അത് വന്നു എന്നും അവർ ആൻസർ പറയേണ്ടി വരും. ടൈം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്കിലായിരിക്കും. ഒരു വലിയ സ്ഥാപനമൊക്കെ ആണെങ്കിൽ ഡിപ്പെൻസ്, അതിൻ്റെ സമയം എടുത്തായിരിക്കും. എങ്കിൽ പോലും അവരത് ആദ്യമേ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അത് തീർത്ത് പോന്നിട്ട് അവർക്ക് അടുത്തതിന് പോകേണ്ടി വരും, അല്ലെങ്കിൽ അടുത്ത പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു ടൈം മാനേജ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ ടൈം ബൗണ്ടായിട്ട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അത് ഓഡിറ്റ് പ്രോഗ്രാം ഉണ്ടായേ പറ്റുള്ളൂ, ഡീറ്റെയിൽഡ് പ്ലാൻ ഉണ്ടായേ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ഓരോ ദിവസം ഇന്ന സമയത്ത് ഇന്നത് ഇന്ന ആൾ എന്ന രീതിയിൽ അത് പ്ലാൻ ചെയ്യുന്നത് കൂടിയിട്ട് അത് ടൈം ബൗണ്ടായിട്ട് കംപ്ലീറ്റ് ആക്കാനും ഒരു ഷെഡ്യൂൾ പോലെ അത് കൊണ്ടുപോകാനും പറ്റും. എവിഡൻസ് സെർവ് ആസ് എ പ്രൂഫ് ദാറ്റ് ഡ്യൂ കെയർ വാസ് ടേക്കൻ ഇൻ ദി ഓഡിറ്റ് പ്രോസസ്സ്. ഓരോന്നിൻ്റെയും അതിൻ്റെ പ്രാധാന്യത്തോടെ ചെയ്തു എന്ന് ഉറപ്പുവരുത്താനും ഓഡിറ്റ് പ്രോഗ്രാം സഹായിക്കുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, എന്തൊക്കെയായിരിക്കും ഈ ഓഡിറ്റ് പ്രോഗ്രാം എന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവുക? അതിൽ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ, കണ്ടന്റ് ഓഫ് ആൻ ഓഡിറ്റ് പ്രോഗ്രാം ആർ നെയിം ഓഫ് ദി ഓർഗനൈസേഷൻ. പല സ്ഥാപനങ്ങളെയും ഓഡിറ്റ് ചെയ്യുന്ന ഓഡിറ്റ് ടീമായിരിക്കും. അപ്പോൾ അതിൽ ആദ്യം വേണ്ടത് ഏത് സ്ഥാപനത്തിൻ്റെതാണ്. ദെൻ പീരിയഡ് കവേർഡ് ബൈ ഓഡിറ്റ്, എത്ര കാലം കൊണ്ടാണ് തീർക്കാൻ പോകുന്നത്, 1 വീക്കാണോ 2 വീക്കാണോ 1 മന്ത് ആണോ. നെയിം ഓഫ് ദി ഓഡിറ്റർ ഓർ ഓഡിറ്റ് ടീം, ആരാണ് ചുമതലപ്പെടുത്തിയത്, ആ ഓഫീസറുടെ പേരും പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫും ആരൊക്കെ ആയിരിക്കും. ഡീറ്റെയിൽഡ് സ്റ്റെപ്സ് ആൻഡ് പ്രൊസീജിയർ ഫോർ ഈച്ച് ഏരിയ സച്ച് ആസ് ക്യാഷ്, പർച്ചേസസ്, സെയിൽസ്, അസെറ്റ്, ലയബിലിറ്റീസ് എന്നിത്യാദി മെയിനായിട്ടുള്ള ഏരിയകളുണ്ട് ഓഡിറ്റേഴ്സ് ചെക്ക് ചെയ്യേണ്ട. അതിൻ്റെ ഡീറ്റെയിൽഡ് സ്റ്റെപ്സ് ആൻഡ് പ്രൊസീജിയർ എവിടെ സൂചിപ്പിച്ചിട്ടുണ്ടാവും? ഓഡിറ്റ് പ്രോഗ്രാമിലുണ്ടാവും. ഓഡിറ്റ് പ്രോഗ്രാമിൽ ക്യാഷ് എന്ന ഏരിയയിൽ, പർച്ചേസ് എന്ന ഏരിയയിൽ, സെയിൽസ് എന്ന ഏരിയയിൽ, അല്ലെങ്കിൽ സെയിൽസിൽ അവർ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെ, അത് ആര് ചെയ്യണം എന്ന കാര്യങ്ങൾ ഓഡിറ്റ് പ്രോഗ്രാമിലുണ്ടാവും. ദെൻ അലോക്കേഷൻ ഓഫ് ഡ്യൂട്ടീസ് ടു ഓഡിറ്റ് സ്റ്റാഫ്, ഓരോ ഓഡിറ്റ് സ്റ്റാഫും ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണെന്നത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകും. ടൈം ലൈനസ് ഓഫ് കംപ്ലീഷൻ, എത്ര സമയത്തിനാകും അല്ലെങ്കിൽ ഏത് ദിവസം ഏത് സമയത്ത് ചെയ്യേണ്ടതുണ്ട്, തീർക്കേണ്ടതുണ്ട് എന്നതും അതിൽ സൂചിപ്പിച്ചിട്ടുള്ള വിഷയമായിരിക്കും. നെക്സ്റ്റ് പാർട്ട്, ടൈപ്സ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം. 2 വിധം ഓഡിറ്റ് പ്രോഗ്രാം ഉണ്ടാകും, അല്ലെങ്കിൽ പ്ലാന് 2 വിധം പ്ലാൻ ഉണ്ടാകും ഓഡിറ്റുമായി ബന്ധപ്പെട്ടത്. ഒന്ന് ഫിക്സഡ് പ്ലാൻ ആയിരിക്കും, മറ്റൊന്ന് ഫ്ലെക്സിബിൾ ആയിരിക്കും, സാഹചര്യം അനുസരിച്ച് മാറ്റാവുന്ന തരത്തിലായിരിക്കും. ആദ്യത്തേത് ഫിക്സഡ് ഓഡിറ്റ് പ്രോഗ്രാമും രണ്ടാമത്തേത് ഫ്ലെക്സിബിൾ ഓഡിറ്റ് പ്രോഗ്രാമാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ ഫിക്സഡ് ഓഡിറ്റ് പ്രോഗ്രാം സ്റ്റാൻഡർഡൈസ്ഡ് ആണ്, അത് സ്റ്റാൻഡേർഡ് ഫോമിലാണ്. ഫോർ ഓൾ ഓഡിറ്റ്സ്, എല്ലാറ്റിനും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ഫോം, അതിൽ ചേഞ്ചസ് ഒന്നും വരുത്താൻ സാധിക്കില്ല, കാരണം അത് ഫിക്സഡ് ഫോമാണ്. എന്തെങ്കിലും സാഹചര്യം അനുസരിച്ച് അഡ്ജസ്റ്റ്മെൻറ്റിൽ നടക്കില്ല. ഫ്ലെക്സിബിൾ ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അത് പേരിൽ പറയുന്ന പോലെ ക്യാൻ ബി ചേഞ്ച്ഡ് ബേസ്ഡ് ഓൺ സർക്കംസ്റ്റാൻസസ്. ഓരോ സാഹചര്യം അനുസരിച്ച് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അവിടെ എത്തിയപ്പോഴും എങ്കിൽ പ്ലാനിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. അത് പോസിബിളാണ് എവിടെയാണെങ്കിൽ ഫ്ലെക്സിബിൾ ഓഡിറ്റ് പ്രോഗ്രാമിൽ. അപ്പോൾ അതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തേണ്ടതുണ്ടെങ്കിൽ, അതിൽ ചേഞ്ചസ് വരുത്തേണ്ടെങ്കിൽ അതൊരു റിജിഡായിട്ട് നിൽക്കുന്ന ഒരു പ്ലാൻ ആവില്ല. അത് അത്തരം ഫ്ലെക്സിബിലിറ്റി ആ പ്രോഗ്രാം ഓഡിറ്റ് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ ഫിക്സഡ് ഓഡിറ്റ് പ്രോഗ്രാമും ഫ്ലെക്സിബിൾ ഓഡിറ്റ് പ്രോഗ്രാമും എന്നീ 2 തരം ഓഡിറ്റ് പ്രോഗ്രാമുകളുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും പറഞ്ഞ് നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കടക്കാം. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഷ്യൂർ നോ പാർട്ട് ഓഫ് ദി വർക്ക് ഈസ് ലെഫ്റ്റ് ഔട്ട്. ഒന്നും വിട്ടുപോകില്ല. ഇന്ന ഏരിയ വിട്ടുപോയല്ലോ, റിപ്പോർട്ട് അടിക്കുന്ന സമയത്ത് ആണ് ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ സെയിൽസ് ചെക്ക് ചെയ്തിട്ടില്ലല്ലോ, സെയിൽസിൽ അല്ലെങ്കിൽ ഓരോ വെരിഫിക്കേഷൻ നടത്തില്ലല്ലോ എന്ന വിഷയം ഉണ്ടാവില്ല. കാരണം ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ പോയിന്റ് വൈസ്, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അതിൻ്റെ ഷെഡ്യൂൾ ഇതിൽ ഉണ്ടാവുന്നത് കൊണ്ടൊന്നും വിട്ടുപോകില്ല. റെഡ്യൂസ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക്. ഒരു വർക്ക് ഒരാൾ ചെയ്തു പോയാൽ പിന്നെ ഒരാൾ വന്നിട്ട് അത് വീണ്ടും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവില്ല. കാരണം ആരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ ഡബിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരേ സംഗതി വ്യത്യസ്ത ആളുകൾ
ചെയ്യുന്ന ഒരവസ്ഥ വന്നേക്കാം വ്യത്യസ്ത ദിവസങ്ങളിൽ. അത് ഒഴിവാക്കാൻ പറ്റും. ഹെൽപ്സ് ഇൻ കൺട്രോളിങ് ആൻഡ് സൂപ്പർവൈസിങ് ഓഡിറ്റ് സ്റ്റാഫിനെ ട്രാക്ക് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും വേണ്ട രീതിയിൽ സൂപ്പർവൈസ് ചെയ്യാനും ഡയറക്റ്റ് ചെയ്യാനൊക്കെ ഓഡിറ്റ് പ്രോഗ്രാം ഹെൽപ്ഫുള്ളാണ്. കാരണം അതിൽ ടൈം ബൗണ്ടായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആരെന്ത് ചെയ്യണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സെർവ്സ് ആസ് എവിഡൻസ് ഇൻ കേസ് ഓഫ് ഡിസ്പ്യൂട്ട്സ്. ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ, ഡിസ്പ്യൂട്ട്സ് വന്നു കഴിഞ്ഞാൽ അത് ആൻസറബിൾ ആയിരിക്കും. അത്തരം സന്ദർഭങ്ങളിൽ ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് വന്നത് എന്നതും വേണമെങ്കിൽ എന്ത് ചെയ്യാം, പരിശോധിക്കാൻ കഴിയും. കാരണം ആ ജോലി ഏത് ടീമാണ് അവിടെ പ്രവർത്തിച്ചത്, ആരാണത് നോക്കാനുള്ള സംവിധാനം എന്തിലുണ്ട്, ഓഡിറ്റ് പ്രോഗ്രാമിലുണ്ടല്ലോ. പക്ഷേ അതേപോലെ തന്നെ ഈ ഒരു സിസ്റ്റത്തിന് അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തൊക്കെ? മേ ബിക്കം മെക്കാനിക്കൽ ആൻഡ് റെഡ്യൂസ് ഇനിഷ്യേറ്റീവ്. ഇതൊരു ഒരു വെൽ ഡിഫൈൻഡ് പ്ലാൻ ആകുമ്പോൾ ആ പ്ലാൻ്റെ അകത്ത് മാത്രമേ ആളുകൾ ശ്രദ്ധിക്കുകയുള്ളൂ, ആ പ്ലാന് പ്രകാരം മുന്നോട്ട് പോവുള്ളൂ. ഒന്ന് സൈഡിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു അതിൽ പറയാത്തൊരു മേഖലയിലേക്കോ ആവശ്യമാണെങ്കിൽ പോലും ആളുകൾ അല്ലെങ്കിൽ സ്റ്റാഫ് ശ്രദ്ധിച്ചോളുന്നുണ്ടാവില്ല. കാരണം അവരുടെ മുമ്പിൽ ഒരു പ്ലാൻ ഉണ്ട്, ടൈം ബൗണ്ടായിട്ട് തീർക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ അവർ ഫോക്കസ് ചെയ്യുള്ളൂ. ഇപ്പം നോർമലി നാച്ചുറലായിട്ട് സംഭവിക്കാവുന്ന മറ്റൊരു ഏരിയയിലേക്കോ മറ്റൊരു ശ്രദ്ധ പോലോ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ചെയ്യേണ്ട ഒരു പ്രവൃത്തികൾ അതിൻ്റെ വഴി വരില്ല. അതിൽ എഴുതി വെക്കപ്പെട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. മേ നോട്ട് സ്യൂട്ട് ടു ഓൾ ടൈപ്പ് ഓഫ് ഓഡിറ്റ്സ്. എല്ലാം പലതരം ഓഡിറ്റ് ഉണ്ട്, പലതരം സ്ഥാപനങ്ങളുണ്ടാവും, പലതരത്തിലുള്ള അവിടെയുള്ള ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാറ്റിനും യോജിക്കുന്നത് ഒരു സിസ്റ്റം ആവില്ല. ഇപ്പോൾ ഫ്ലെക്സിബിലിറ്റി അവിടെ ആവശ്യം ഉണ്ടാവും. മുൻകൂട്ടി ഇങ്ങനെ എഴുതി വെക്കുന്ന രീതിയിൽ അവിടെ പ്രവർത്തിക്കാൻ സാധിച്ചോണമെന്നുണ്ടാവില്ല. അതാ പറഞ്ഞത് മേ നോട്ട് സ്യൂട്ട് ഓൾ ടൈപ്സ് ഓഫ് ഓഡിറ്റ്സ്. ചേഞ്ചസ് ഇൻ ബിസിനസ് മേ റിക്വയർ ഫ്രീക്വൻറ്റ് മോഡിഫിക്കേഷൻ. ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ചസ് വരുത്തേണ്ടത് മോഡിഫിക്കേഷനും പ്ലാനിൽ ആവശ്യം ഉണ്ടാവും. പക്ഷെ അത് ഈ ഒരു ഓഡിറ്റ് പ്രോഗ്രാമിൽ അത് സാധ്യമാണെന്നുണ്ടാവില്ല. നോക്കാം. അപ്പോൾ എന്തെല്ലാം പ്രിക്കോഷൻസ് ആണ് ഒരു ഓഡിറ്റ് പ്രോഗ്രാം പ്രിപ്പയർ ചെയ്യുമ്പോൾ എടുക്കേണ്ടത്? നമ്മൾ പ്രിക്കോഷൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഓഡിറ്റ് പ്രിക്കോഷൻസ് സൂചിച്ചിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽഡ് ആയിട്ട്. അത് ഓഡിറ്റിങ്ങിൻ്റെ പ്രിക്കോഷൻസ് ആണ്. ഇത് ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ പ്രിക്കോഷൻസ് അവിടെ പറയുന്നത്. എങ്കിലും സിമിലറായ പോയിന്റുകൾ ഇവിടെയും കാണാൻ പറ്റും. ഇറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ. പ്രോഗ്രാം ഡീറ്റെയിൽഡ് പ്ലാൻ എപ്പോഴും ഒരു ഫ്ലെക്സിബിലിറ്റി ആയിരിക്കണം. വേണ്ട ചേഞ്ചസ് വേണ്ട ഭാഗത്ത് ചേഞ്ച് വരുത്താൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അല്ലെങ്കിൽ ആ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ആകെ കൊള്ളാവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. ഇറ്റ് ഷുഡ് മാച്ച് ദി നേച്ചർ ആൻഡ് സൈസ് ഓഫ് ഓർഗനൈസേഷൻ. പല തരത്തിലുള്ള ഓഡിറ്റിങ്ങും പലതരത്തിലുള്ള സ്ഥാപനങ്ങളും പലതരത്തിലുള്ള സ്വഭാവത്തിൽ വർക്ക് ചെയ്യുന്ന ബിസിനസ്സുകളൊക്കെ ഉള്ളതിനാൽ തന്നെ എല്ലാറ്റിനും മാച്ച് ആവുന്ന ഒരു തരത്തിലുള്ള ഇതായിരിക്കണം ഓഡിറ്റ് പ്രോഗ്രാം. ഇറ്റ് ഷുഡ് ബി ക്ലിയർ, ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റ്, ഇറ്റ് ഷുഡ് ബി പ്രാക്ടിക്കൽ. അത് എന്തായിരിക്കണം? ഓഡിറ്റേഴ്സിന് കൃത്യമായിട്ട് അത് കൈകാര്യം ചെയ്യാൻ പറ്റണം. ക്ലിയറായിട്ട്, കൺഫ്യൂഷൻ ഇല്ലാതെ, പരിപൂർണമായിട്ട് പ്രായോഗികമായിട്ട് അത് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു പ്ലാൻ ആയിരിക്കണം. അല്ലാതെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് അതുപോലൊന്നും പ്രവർത്തിക്കാൻ സാധിക്കില്ലെങ്കിലോ. അപ്പോൾ ഇത്തരം പ്രിക്കോഷൻസ് അത് എടുക്കേണ്ടതുണ്ട് ഓഡിറ്റ് പ്രോഗ്രാമിൽ. ഇനി നമുക്ക് പറയേണ്ടത് ഓഡിറ്റ് പ്രോസസ്സ് എന്താണ്? പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഓഡിറ്റ് സ്റ്റെപ്സ്. ഒരു ഓഡിറ്റിംഗ് നമ്മൾ മുമ്പ് പറഞ്ഞ എൻഗേജ്മെൻറ്റ് ലെറ്റർ കിട്ടിയിട്ട് ഒരു പ്ലാനിങ് നടത്തിയിട്ട് അത് സ്ഥാപനം മനസ്സിലാക്കിയിട്ട് എത്ര ആൾ വർക്ക് ചെയ്യേണ്ടതുണ്ട്, എന്തെല്ലാം പരിശോധിക്കപ്പെടേണ്ടതുണ്ട്, അതിങ്ങനെ നോക്കിയിട്ട് പ്ലാൻ ചെയ്ത് അവിടെ ഓഡിറ്റ് നടത്തി അത് എക്സിക്യൂട്ട് ചെയ്ത് ഒരു ഫൈനൽ ഒപ്പീനിയൻ റിപ്പോർട്ട്സ് ആയിട്ട് പറഞ്ഞ് അതിൻ്റെ ഫോളോ അപ്പോട് കൂടി അത് അവസാനിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് സ്റ്റെപ്സ് അതിന് ഉണ്ട്. ഓഡിറ്റ് പ്രോസസ്സ് എന്ന് പറയും അതിന്, അല്ലെങ്കിൽ സ്റ്റെപ്സ് ഓഫ് ഓഡിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും ആദ്യം വരുന്ന സ്റ്റെപ്പ് പ്ലാനിങ് ദി ഓഡിറ്റ് ആണ്. ദ ഓഡിറ്റർ പ്ലാൻ ദ വർക്ക് ടു ബി പെർഫോംഡ് ഇൻ അഡ്വാൻസ്. കൃത്യമായ പ്ലാനിങ് ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും. അത് ഓഡിറ്റിങ്ങിൻ്റെ കേസ് മാത്രമല്ല, ഏത് വിഷയത്തിലാണെങ്കിൽ പോലും. അണ്ടർസ്റ്റാൻഡിങ് ദി ക്ലയൻറ്റ്സ് ബിസിനസ് ഓപ്പറേഷൻസ് ആൻഡ് അക്കൗണ്ടിങ് സിസ്റ്റം. പിന്നെ ഇൻട്രൊഡക്ഷനായിട്ട് അല്ലെങ്കിൽ ഇൻട്രോത്തിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് തരം ബിസിനസ്സാണ് ഓഡിറ്റ് ചെയ്യാൻ പോകുന്നത്, അവർ ഓപ്പറേഷൻസ് എന്താണ്, അവർ ഏത് തരം അക്കൗണ്ടിങ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്, അവിടുത്തെ സോഫ്റ്റ്വെയർ എന്താ, അവിടുത്തെ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല സ്കോപ്പ്, ഒബ്ജക്റ്റീവ്സ്, കീ റിസ്ക് ഏരിയാസ് ഇതും ഐഡൻറ്റിഫൈ ചെയ്യണം.
ഇവർ ഓഡിറ്റിൻ്റെ സ്കോപ്പ് എന്താ, ഏതെല്ലാം ഏരിയയാണ് കവർ ചെയ്യേണ്ടത്, അത് അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താ, ആൻഡ് കീ റിസ്ക് ഏരിയ, എന്തെല്ലാം റിസ്ക് എലമെൻ്റ് അതിലുണ്ട് എന്നതിനെ കുറിച്ചും ഒരു ഐഡിയ ഉണ്ടാവണം. പ്രിപ്പയറിങ് ആൻഡ് ഓഡിറ്റ് പ്ലാൻ ആൻഡ് പ്രോഗ്രാം, ഇതിൻ്റെയൊക്കെ ബേസിൽ ഡോക്യുമെൻ്റ്, ആ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുകയാണ്. പ്രിപ്പയറിങ് ആൻഡ് ഓഡിറ്റ് പ്ലാൻ പ്രിപ്പയറിങ് ആൻഡ് ഓഡിറ്റ് പ്രോഗ്രാം, ഓഡിറ്റ് പ്രോഗ്രാം ഉണ്ടാക്കി ഫസ്റ്റ് സ്റ്റെപ്പായിട്ട്. ഇനി രണ്ടാമത്തത് അണ്ടർസ്റ്റാൻഡിങ് ഇൻറ്റേർണൽ കൺട്രോളാണ്. അപ്പോൾ അത് ഓഡിറ്റ് പ്രോഗ്രാം ഉണ്ടാക്കി വെച്ചു. ഇനി നോക്കേണ്ടത് ഇൻറ്റേർണൽ കൺട്രോൾ, ഇൻറ്റേർണൽ ചെക്ക് എത്രത്തോളം അക്യുറേറ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഗനൈസ്ഡ് ഉണ്ട്. മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതാണ്, നല്ലൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻറ്റേർണൽ കൺട്രോൾ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ മിസ്റ്റേക്കിനും ഫ്രോഡിനുള്ള ചാൻസ് കുറയും, അത് പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ തന്നെ ഓഡിറ്റർ വർക്ക് എന്ത് ചെയ്യും, അത് കുറക്കുന്നുണ്ട്. എന്നാൽ വളരെ വീക്കായ ഒരു ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റമാണ് സ്ഥാപനത്തിൽ ഉള്ളതെങ്കിൽ തീർച്ചയായും അത് ഓഡിറ്ററുടെ റെസ്പോൺസിബിലിറ്റി കൂട്ടേ ചെയ്യുള്ളൂ. അപ്പോൾ അത് ഏത് ലെവലിൽ വേണം എന്നതിനെ അറിയാനാണ് അണ്ടർസ്റ്റാൻഡിങ് ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറഞ്ഞത്. അതായത് സ്റ്റഡിയിങ് ദി ക്ലയൻറ്റ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ടു അസസ് റിലയബിലിറ്റി, എത്രത്തോളം റിലയബിൾ ആണ്, എത്രത്തോളം അക്യുറേറ്റ് ആയിട്ട് ആ ഫങ്ഷൻ നടക്കുന്നുണ്ട്. Evaluating whether control are effective in preventing and detecting errors of or fraud. ഉള്ള നിലവിലുള്ള സിസ്റ്റം എത്രത്തോളം എഫക്റ്റീവാണ്. ഇപ്പോൾ നല്ല സിസ്റ്റം ഒക്കെ ഉണ്ടാവും, നല്ല സ്റ്റാഫും നല്ല കമ്പ്യൂട്ടറൈസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും, ERP സിസ്റ്റം ഒക്കെ ഉണ്ടാവും. പക്ഷേ അതുകൊണ്ട് വലിയ കാര്യമില്ലെങ്കിലോ, അപ്പോൾ ഉള്ള സിസ്റ്റം എത്രത്തോളം എഫക്റ്റീവാണ്, അത് എത്രത്തോളം എറേഴ്സിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഫ്രോഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്, മിസ്റ്റേക്സ് കണ്ടെത്തുന്നുണ്ട് എന്നതും ഒരു എലമെൻ്റാണ്. ദെൻ ഡിസൈഡിങ് ദി എക്സ്റ്റെൻറ്റ് ഓഫ് ടെസ്റ്റിംഗ് ബേസ്ഡ് ഓൺ കൺട്രോൾ എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ഡിസൈഡിങ് ദി എക്സ്റ്റെൻറ്റ് ഓഫ് ടെസ്റ്റിംഗ് ബേസ്ഡ് ഓൺ കൺട്രോൾ എഫക്റ്റീവ്നെസ്. അപ്പോൾ മുകളിൽ പറഞ്ഞ ആ എഫക്റ്റീവിനനുസരിച്ചായിരിക്കും ഇവിടെ ടെസ്റ്റിങ്, അതായത് ഒരു സാമ്പിൾ ചെക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെക്ക് ചെയ്യണോ എന്നതിനൊക്കെ ആശ്രയിക്കാം. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പാണിത് ഗ്യാതറിങ് ഓഡിറ്റ് എവിഡൻസ്. ഗ്യാതറിങ് ഓഡിറ്റ് എവിഡൻസ് കൊണ്ട് ഉദ്ദേശിച്ചാൽ കളക്ടിങ് സഫീഷ്യൻ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് ടു സപ്പോർട്ട് ഓഡിറ്റ് ഒപ്പീനിയൻ. ഓഡിറ്റിനെ കുറിച്ചൊരു അഭിപ്രായം പറയണമല്ലോ, ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണമല്ലോ. അപ്പോൾ അതിന് ആവശ്യമായ എവിഡൻസുകൾ ഉണ്ടാക്കേണ്ടതുണ്ട്. യൂസിങ് ടെക്നിക്ക്, അതിനെന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ ഒബ്സർവേഷൻ, എൻക്വയറി, കൺഫർമേഷൻസ്, റീകാൽക്കുലേഷൻ, അനലിറ്റിക്കൽ പ്രൊസീജിയർ എന്നിങ്ങനെയുള്ള ടെക്നിക്സ്, ഓഡിറ്റ് ടെക്നിക്സ് ഫോളോ ചെയ്യാൻ പറ്റും, അതിന് ഉപയോഗിക്കാൻ പറ്റും. ഇതൊരു വേറെ ക്വസ്റ്റ്യനും കൂടിയാണ്, എന്തെല്ലാമാണ് ഓഡിറ്റ് ടെക്നിക്സുകളിൽ, എങ്ങനെയൊക്കെയാണ് ഇവരത് എവിഡൻസ് ഗ്യാദർ ചെയ്യുന്നത്, എന്ത് ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ്. ഇൻസ്പെക്ഷൻസ് നടത്താം, ഒബ്സർവ് ചെയ്തേക്കാം, എൻക്വയറി ചോദിച്ചേക്കാം, പിന്നെ കൺഫർമേഷൻസ് ഉറപ്പ് വരുത്താൻ വേണ്ടിയുള്ള എന്തെങ്കിലും ടെക്നിക്സ് ചെയ്തേക്കാം, റീകാൽക്കുലേറ്റ് ചെയ്തേക്കാം, പ്രോഗ്രസ് ചെയ്തപോലെ വീണ്ടും ചെയ്ത് നോക്കി എന്നും വരാം. അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്തേക്കാം. അപ്പോൾ ഈ രീതിയിലൊക്കെ അവർക്ക് എന്ത് ചെയ്യാം, എവിഡൻസ് ഗ്യാദർ ചെയ്യാൻ പറ്റും. ദെൻ ടെസ്റ്റിംഗ് ആൻഡ് വെരിഫിക്കേഷൻ. ടെസ്റ്റിംഗ് ആൻഡ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ചെക്കിങ് ദി അക്യുറസി ആൻഡ് കംപ്ലീറ്റ്നെസ് ഓഫ് അക്കൗണ്ടിങ് റെക്കോർഡ്സ്. റെക്കോർഡ് ചെയ്ത അക്കൗണ്ട്സിൽ എന്തെങ്കിലും എറർ ഉണ്ടോ, സെക്കൻഡറി ആയിട്ട് അതിലെന്തെങ്കിലും ഫ്രോഡ് ഉണ്ടോ എന്നത് ചെക്ക് ചെയ്യാനാണ് ഓർഡർ വന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അക്യുറസി ആൻഡ് കംപ്ലീറ്റ്നെസ്, എത്രത്തോളം അത് പരിപൂർണമാണ്, എത്രത്തോളം അത് ശരിയാണ് എന്നത് പരിശോധിക്കുക. വെരിഫൈയിങ് മെയിനായിട്ട് അസെറ്റ്, ലയബിലിറ്റി, ഇൻകം ആൻഡ് എക്സ്പെൻസ്, ഇത്തരം മെയിനായ ഏരിയകൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. പെർഫോമിങ് സബ്സ്റ്റാൻറ്റീവ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പരിപൂർണമായ ടെസ്റ്റിംഗ് ഉദ്ദേശിച്ചത്, കാര്യമായിട്ടുള്ള ടെസ്റ്റിംഗ് ടു എൻഷ്യൂർ ട്രാൻസാക്ഷൻ ആർ റെക്കോർഡ് കറക്റ്റ്ലി. അതായത് സാമ്പിളായിട്ടോ അല്ലാതെയോ എങ്ങനെയെങ്കിലും എന്ത് ചെയ്ത് ഉറപ്പ് വരുത്തണം, റെക്കോർഡ് ചെയ്തതെല്ലാം വളരെ കറക്റ്റാണ്, അക്യുറേറ്റ് ആണ് എന്നത് ഉറപ്പ് വരുത്താൻ ആവശ്യമായ ടെസ്റ്റിങ്, സബ്സ്റ്റാൻറ്റീവ് ടെസ്റ്റിംഗ് എങ്കിലും എന്ത് ചെയ്യണം, ടെസ്റ്റിംഗ് ആൻഡ് വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് നടത്തേണ്ടതുണ്ട്. അഞ്ചാമത്തെ പോയിന്റ് ഇവാലുവേഷൻ ഓഫ് ഫൈൻഡിങ്സ്. ഇനി ആണ് ഇവരെ കണ്ടെത്തിയ ഫൈൻഡിങ്സുകൾ ഒന്നും കൂടി റിവ്യൂ ചെയ്യേണ്ടതുണ്ട്, ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ കമ്പയറിങ് ദി ഓഡിറ്റ് എവിഡൻസ് വിത്ത് അപ്ലിക്കബിൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ലീഗൽ റിക്വയർമെൻറ്റ്. എന്ന് പറഞ്ഞാൽ
ഓഡിറ്റ് എവിഡൻസ് കണ്ടെത്തിയ അല്ലെങ്കിൽ കളക്ട് ചെയ്ത അത് എന്താണ് അല്ലെങ്കിൽ ചെയ്തു വെച്ച അക്കൗണ്ടിങ് റെക്കോർഡുകൾ എല്ലാം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രകാരമാണ്, ലീഗൽ റിക്വയർമെൻറ്റ് റെഗുലേഷൻ പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ഡിസ്ക്രീപ്പൻസീസ്, മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ ഏരിയ നീഡിങ് ഇമ്പ്രൂവ്മെൻറ്റ്. ഏതെല്ലാം ഏരിയകളിലാണ് വീക്കായിട്ടുള്ളത്, എവിടെയൊക്കെയാണ് ഇമ്പ്രൂവ്മെൻ്റ് ആവശ്യമുള്ളത്, എവിടെയൊക്കെയാണ് മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഉള്ളത്, എവിടെയൊക്കെയാണ് ഇഷ്യൂസ് ഉള്ളത് എന്നത് ഐഡൻറ്റിഫൈ ചെയ്യലും ഇവാലുവേഷൻ ഓഫ് ഫൈൻഡിങ്സിൻ്റെ ഭാഗമാണ്. നെക്സ്റ്റ് ആണെന്ത്, ഫോമിങ് ആൻഡ് ഒപ്പീനിയൻ. റിപ്പോർട്ടിംഗ് ആയിട്ടില്ല, അതിൻ്റെ മുമ്പായിട്ടൊരു ഒപ്പീനിയൻ ഫോം ചെയ്യുകയാണ്, അതായത് ബേസ്ഡ് ഓൺ ഫൈൻഡിങ്സ്. ഇതുവരെയുള്ള വർക്കിൻ്റെ ഫലമായിട്ട് ഓഡിറ്റർ ഡിസൈഡ്സ് വെദർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഗീവ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ. അദ്ദേഹത്തിന് വിലയിരുത്താൻ പറ്റും ഇതുവരെയുള്ള വർക്കിൻ്റെ ഫലമായിട്ട് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം വളരെ കറക്റ്റാണോ, പെർഫെക്റ്റ് ആണോ, ഓക്കെ ആണോ അല്ലേ. അല്ലെങ്കിൽ കൺസിഡറിങ് വെദർ എനി ലിമിറ്റേഷൻ ഓർ അൺസർട്ടനിറ്റി അഫക്ട് ദി ഒപ്പീനിയൻ. എന്തെങ്കിലും വിഷയങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ, എന്തെങ്കിലും പരിമിതികൾ നേടിയിട്ടുണ്ടോ. അപ്പോൾ ചിലപ്പോൾ ഓഡിറ്റർ വന്ന സമയത്ത് അദ്ദേഹത്തിന് വേണ്ട റെക്കോർഡ്സ് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ സ്റ്റാഫിൻ്റെ ഭാഗത്ത് നിന്ന് സാധാരണ കിട്ടിയിട്ടുണ്ടാവില്ല. അതിൻ്റെ ഫലമായിട്ട് കാര്യങ്ങൾ പരിപൂർണ്ണമായി ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതും പരിഗണിക്കണം. കൺസിഡറിങ് വെദർ എനി ലിമിറ്റേഷൻസ് ഓർ അൺസർട്ടനിറ്റീസ് അഫക്ട് ദി ഒപ്പീനിയൻ. അപ്പോൾ അങ്ങനെ ഒരു വിഷയം ഉണ്ടായെങ്കിൽ ഒരു പക്ഷേ മിസ്റ്റേക്സ് ഒന്നും കണ്ടെത്താൻ സാധിക്കില്ല. അതുകൊണ്ട് അവിടുത്തെ എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് അടിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ അതും കൂടെ പരിഗണിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഒപ്പീനിയൻ ഫോം ചെയ്യേണ്ടത്. ഏറ്റവും ലാസ്റ്റാണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുമ്പോഴും ഓഡിറ്റ് റിപ്പോർട്ടോട് കൂടിയിട്ട് ഒരു ഓഡിറ്റിൻ്റെ ഒരു എന്താ ടാൻജിബിൾ റിസൾട്ട് കൂടിയാണ് റിപ്പോർട്ടിംഗ്. അതുവരെയുള്ള ഫംഗ്ഷൻ നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യാനേ പറ്റുള്ളൂ. അവർ ആ റിസൾട്ട് എഴുതി വെച്ചതാണ്, സ്റ്റേറ്റ്മെൻറ്റ് ആണ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ പ്രിപ്പയറിംഗ് ആൻഡ് ഓഡിറ്റ് റിപ്പോർട്ട് ഇസ് ദ ഓഡിറ്റേഴ്സ് ഒപ്പീനിയൻ. ഇതൊരു പോയിൻ്റാണ് ഓർത്ത് വെക്കേണ്ടത്. ഓഡിറ്ററുടെ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഓഡിറ്ററുടെ ഒപ്പീനിയനാണ്. പ്രിപ്പയറിംഗ് ദി ഓഡിറ്റ് റിപ്പോർട്ട് വിത്ത് ദി ഓഡിറ്റേഴ്സ് ഒപ്പീനിയൻ ഇൻക്ലൂഡിങ് എനി ക്വാളിഫിക്കേഷൻ ഓർ ഡിസ്ക്വാളിഫിക്കേഷൻ. രണ്ട് വിധം റിപ്പോർട്ട്സ് ഉണ്ടാവുക. ഒന്നെങ്കിൽ ഓഡിറ്റ് റിപ്പോർട്ട് ക്വാളിഫൈഡ് റിപ്പോർട്ടായിരിക്കും, അല്ലെങ്കിൽ അൺക്വാളിഫൈഡ് റിപ്പോർട്ടായിരിക്കും. ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അൺക്വാളിഫൈഡ് റിപ്പോർട്ട് പരസ്പരം മാറേണ്ടതില്ല. ക്വാളിഫൈഡ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്, എന്ന് പറഞ്ഞാൽ ആ റിപ്പോർട്ട് അത്ര പെർഫെക്റ്റ് അല്ല. റിപ്പോർട്ട് പെർഫെക്റ്റ് ആണ്, അവർ കണ്ടെത്തിയ കാര്യങ്ങൾ അത്ര പെർഫെക്റ്റ് അല്ല, അതിന് വീണ്ടും മാറ്റം വരുത്തേണ്ടതുണ്ട്, അവിടെ ഇമ്പ്രൂവ്മെൻ്റ് ആവശ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ആ റിപ്പോർട്ട് എന്താണ്, ക്വാളിഫൈഡ് ആണ്, എന്തിന്, വീണ്ടും മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അൺക്വാളിഫൈഡ് റിപ്പോർട്ടോ അത് പെർഫെക്റ്റ് ആണ്, അവർ കണ്ടെത്തിയ കാര്യങ്ങൾ എല്ലാം ഓക്കെയാണ്, അതിന് വേണ്ടൊരു ചേഞ്ച് ആവശ്യമില്ല, ആ ചേഞ്ചിന് വേണ്ടിയിട്ട് അത് ക്വാളിഫൈഡ് അല്ല, അതുകൊണ്ടാണ് അൺക്വാളിഫൈഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവരെ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതിൽ എൻ്റെ ക്വാളിഫിക്കേഷൻ, എംഫസിസ് ഓഫ് മാറ്റേഴ്സ്, ഡിസ്ക്ലൈമേഴ്സ് ഇഫ് നെസസറി. ഇപ്പോൾ ചില വിഷയത്തിൽ ചില മേഖലയിൽ ഒരു പക്ഷേ ഇവർക്ക് ആവശ്യമായ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നൽകിയിട്ടുണ്ടാവില്ല സ്ഥാപനത്തിൻ്റെ ഭാഗത്ത് സ്റ്റാഫ്. അപ്പോൾ അത് ഇവരെ എഴുതി വെക്കും, ഡിസ്ക്ലൈമർ എന്ന് പറഞ്ഞിട്ട്, ഇത് ഇന്ന ഏരിയയിൽ ഇന്ന വിവരങ്ങൾ കണ്ടെത്തിയിട്ട് വിവരങ്ങൾ ലഭ്യമല്ലാത്തതിൻ്റെ മേൽ ആണ് അത് പരിശോധിക്കപ്പെട്ടിട്ടുള്ളത് എന്ന രീതിയിൽ ഒരു ഡിസ്ക്ലൈമറും വേണമെങ്കിൽ അവർ ചെയ്തു വെച്ചേക്കാം റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട്. ദെൻ സബ്മിറ്റിംഗ് ദി റിപ്പോർട്ട് ടു ഇപ്പോൾ റിപ്പോർട്ടായി, ഇനി ആ റിപ്പോർട്ട് തീർച്ചയായിട്ടും ഷെയർ ഹോൾഡേഴ്സാണ് ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യുക. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ മുകളിലാണ്, അല്ലെങ്കിൽ അവർക്കാണ് എന്ത് ചെയ്യേണ്ടത്, റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു പക്ഷേ പ്രൈവറ്റ് കമ്പനിയൊക്കെ ആണെങ്കിൽ മാനേജ്മെൻറ്റിനായിരിക്കും അത് സമർപ്പിക്കുക. ഇനി ഏറ്റവും ലാസ്റ്റ്, ഇത് അവിടെ അവസാനിക്കുന്നില്ല, റിപ്പോർട്ട്സിൽ ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ്, റെക്കമെൻഡേഷൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ റെക്കമെൻഡേഷൻസ് പാലിക്കുന്നുണ്ടോ എന്നത് ആണ് ഫോളോ അപ്പ് കൊണ്ട് ഉദ്ദേശിച്ചത്. ചെക്കിംഗ് വെദർ മാനേജ്മെൻറ്റ് ഹാസ് ടേക്കൻ കറക്റ്റീവ് ആക്ഷൻസ് ഓൺ ദി ഓഡിറ്റേഴ്സ് റെക്കമെൻഡേഷൻ. റെക്കമെൻഡ് ചെയ്ത് പോയിട്ട് ആ റെക്കമെൻഡേഷൻ്റെ പേരിൽ ഇവരെന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ, അതിനനുസരിച്ച് മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക എന്നത് ഫോളോ അപ്പിൻ്റെ ഭാഗമാണ്. മേ ഇൻവോൾവ് എ പോസ്റ്റ് ഓഡിറ്റ് റിവ്യൂ ഓർ ഡിസ്കഷൻ വിത്ത് ദി ഓഡിറ്റ് കമ്മിറ്റി. ഇനി അതല്ല പോസ്റ്റ് ഓഡിറ്റ്, പ്രീ ഓഡിറ്റ് അല്ല, ഓഡിറ്റ് കഴിഞ്ഞു അതിന് ശേഷമുള്ള റിവ്യൂ, പിന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഓഡിറ്റ് കമ്മിറ്റി ഉണ്ടാകും. ഇപ്പോൾ കോർപ്പറേറ്റുകളൊക്കെ ആണെങ്കിൽ കമ്പനി ആക്ട് പ്രകാരം ഓഡിറ്റ് കമ്മിറ്റി ഡയറക്ടർ ബോർഡ് വെച്ചിട്ട് ഉണ്ടാക്കേണ്ടതുണ്ട്, ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കണം. അപ്പോൾ അത്തരം സമിതികളിലൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, പിന്നെ റിവ്യൂ അല്ലെങ്കിൽ ഡിസ്കഷൻസും ഫോളോ അപ്പിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായേക്കാം. ഇനി നോക്കേണ്ടത് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഈ ക്ലാസ്സിലെ MCQ ക്വസ്റ്റ്യനുകളാണ്.
ആൻഡ് ഓഡിറ്റ് പ്രോഗ്രാം ഈസ് നമ്മൾ ആദ്യമേ പറഞ്ഞു ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഡീറ്റെയിൽഡ് പ്ലാനാണ്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ് അല്ല, പ്ലാൻ ഓഫ് ഓഡിറ്റ്, വർക്ക് ടു ബി ഡൺ, ചെയ്യാൻ പോകുന്ന ഓഡിറ്റ് വർക്കിൻ്റെ പ്ലാനിനെയാണ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയാം. അതൊരിക്കലും സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ഓഡിറ്റർ അല്ല, റിപ്പോർട്ട് ഓഫ് എറേഴ്സ് ആൻഡ് ഫൗണ്ടും അല്ല. പിന്നെ അപ്പോൾ ശരിയായ ആൻസർ ഓപ്ഷൻ ബി ആണ്. ദെൻ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഓഡിറ്റ് പ്രോസസ്സ്. ഓഡിറ്റ് പ്രോസസ്സാണല്ലോ, ഓഡിറ്റിൻ്റെ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്, നമ്മൾ രണ്ടാമത്തെ ഭാഗമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ടെസ്റ്റിംഗ് ആണോ? അല്ലായിരുന്നു. റിപ്പോർട്ടിംഗ് ആണോ? അതുമല്ല. അത് ലാസ്റ്റിലേക്ക് വരിക. ഫോളോ അപ്പ് ഏറ്റവും ലാസ്റ്റിലാണ് വരിക. അപ്പോൾ പ്ലാനിങ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഓഡിറ്റ് പ്രോസസ്സ്. ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഓഡിറ്റ് എവിഡൻസ്? ഓഡിറ്റ് എവിഡൻസ് നോട്ട് എ മെത്തേഡ്, കാൽക്കുലേറ്റിംഗ് അല്ല, കളക്റ്റിംഗ്, നോട്ട് എ മെത്തേഡ് ഓഫ് കളക്റ്റിംഗ് ഓഡിറ്റ് എവിഡൻസ്. ഓഡിറ്റ് എവിഡൻസിന് വേണ്ടി ഒരുപാട് ടെക്നിക്സ് വേണ്ടി പറഞ്ഞിരുന്നു നേരത്തെ. അപ്പോൾ അതിൽ പെടാത്തൊരു ടെക്നിക്ക് ഇവിടെ കിടക്കുന്നുണ്ടാവും. അത് ഒബ്സർവേഷൻ അവിടെ ഉണ്ടായിരുന്നു, പിന്നെ എൻക്വയറി അവിടെ ഉണ്ടായിരുന്നു, കൺഫർമേഷൻ ഉണ്ടായിരുന്നു, അസംഷൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ അപ്പോൾ ഇവിടുത്തെ തെറ്റായ ആ ആൻസർ, ഇവിടുത്തെ വരേണ്ട ആൻസർ എന്താണ്? സി ആണ്, ഓപ്ഷൻ. ഇന്റേണൽ കൺട്രോൾ ഈസ് സ്റ്റഡീഡ് ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് ഓഡിറ്റ് പ്രോസസ്? ഓഡിറ്റ് പ്രോസസ്സിൻ്റെ ഏത് ഭാഗത്താണ് ഇന്റേണൽ കൺട്രോൾ സ്റ്റഡി ചെയ്യുന്നത്? പ്ലാനിങ് സ്റ്റേജിലാണോ? അല്ല, പ്ലാനിങ് സ്റ്റേജിലാണ്. കാരണം അതിനനുസരിച്ചാണ് പ്ലാൻ ചെയ്യേണ്ടത്. കാരണം ഇന്റേണൽ കൺട്രോൾ വളരെ ശക്തമാണോ അല്ലേ, ഇന്റേണൽ കൺട്രോൾ പെർഫെക്റ്റ് ആണോ അല്ലേ എന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം? ഓഡിറ്റർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട്. ഇന്റേണൽ കൺട്രോൾ മോശമാണ്, അല്ലെങ്കിൽ അവിടെ കൺട്രോൾ സിസ്റ്റം ഉണ്ടെങ്കിലും അതൊന്നും ഒട്ടും എഫക്റ്റീവ് അല്ല എങ്കിൽ അപ്പോൾ ഇവരെ പരിശോധന കാര്യങ്ങളൊക്കെ ഒന്ന് ഊർജിതമാക്കേണ്ടി വരും, ഒന്ന് കൂട്ടേണ്ടി വരും. ടെസ്റ്റിംഗ് ഒന്നും മതിയാവില്ല, കംപ്ലീറ്റ് ചെക്കിങ് തന്നെ വേണ്ടി വരും. തിരിച്ചാണെങ്കിലോ അതിന് വേറെ രൂപമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആൻസർ എ ആണ്, പ്ലാനിങ് ആണ്. സബ്സ്റ്റാൻറ്റീവ് ടെസ്റ്റിംഗ് ഈസ് ക്യാരീഡ് ഔട്ട് ടു. സബ്സ്റ്റാൻറ്റീവ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ടെസ്റ്റിംഗ് എന്നല്ലെങ്കിൽ കാര്യമായിട്ടുള്ള ടെസ്റ്റിംഗ് ഈസ് ക്യാരിഡ് ഔട്ട് ടു. അതെപ്പോഴാണ് ക്യാരി ചെയ്യൽ? അത് ടെസ്റ്റ് ദി ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിനാണോ? അല്ല, ഡിറ്റക്റ്റ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഇൻ അക്കൗണ്ട്. അക്കൗണ്ടിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ കണ്ടെത്തണമെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യമായിട്ട് തന്നെ ചെക്ക് ചെയ്താൽ മതിയാവും. സാമ്പിൾ ചെക്കിംഗ് ഒന്നും മതിയാവില്ല. പ്രോപ്പർ ദി ഓഡിറ്റ് പ്രോഗ്രാം റിവ്യൂ ദി ഓഡിറ്റ് റിപ്പോർട്ട് ഒന്നൊന്നല്ല. ആൻസർ ബി തന്നെയാണ്, ബി ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫൈനൽ സ്റ്റേജ് ഓഫ് ഓഡിറ്റ് പ്രോസസ്സ്. ഒരു ഓഡിറ്റ് പ്രോസസ്സിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് എന്താ നമ്മൾ പറഞ്ഞത്? ഒരു റിപ്പോർട്ട്സ്, ആ റിപ്പോർട്ട്സ് എന്താണ്? ഒപ്പീനിയൻ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവാലുവേഷൻ ഓഫ് എവിഡൻസ് ആണോ? അല്ല, ഫോമിങ് ഒപ്പീനിയൻ ആൻഡ് റിപ്പോർട്ടിങ്. ഒരു ഒപ്പീനിയൻ്റെ ബേസിൽ ഒരു ഒപ്പീനിയൻ രൂപീകരിച്ചിട്ട് അതിൻ്റെ ബേസിൽ റിപ്പോർട്ട് ചെയ്യുന്നു, റിപ്പോർട്ടിംഗ് ആണ്. പിന്നെ ഫോളോ അപ്പ് നടക്കുന്നുണ്ട്. അവിടെ ക്വസ്റ്റ്യൻ ഇല്ല, ഓപ്ഷനിലില്ല ഞാനോ. വെരിഫിക്കേഷൻ ഓഫ് അസറ്റ് അല്ല, സ്റ്റഡിങ് ഇന്റേണൽ കൺട്രോൾ ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആൻസർ ബി തന്നെയാണ്. വിച്ച് ഓഫ് ദി ഫ്ലോയിങ് ഈസ് എ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ആൻ ഓഡിറ്റ് പ്രോഗ്രാം? ഒരു ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ ഏറ്റവും പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണ്? എന്തിനാണ് ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ ഉണ്ടാക്കിയത്? ഇൻക്രീസ് ഓഡിറ്റ് കോസ്റ്റ് ആണ്. കോസ്റ്റ് കുറക്കാനല്ല ശരിക്കും വേണ്ടത്. ഇത് പ്രൊവൈഡ് യൂണിഫോമിറ്റി ഇൻ വർക്ക്, നമ്മൾ പറഞ്ഞൊരു ഒബ്ജക്റ്റീവാണ്. 5 ഒബ്ജക്റ്റീവ് പറഞ്ഞൊരു പോയിൻ്റാണ് അത്. അപ്പോൾ ആ പോയിന്റിൽ ഏത് വന്ന് വരാൻ ഇവിടെ ആൻസർ ആയിട്ട്? ടു അവോയ്ഡ് വർക്കിംഗ് പേപ്പേഴ്സ് ആണോ? അല്ല. ടു റീപ്ലേസ് ഇന്റേണൽ ഓഡിറ്റ്, അതും അല്ല. പിന്നെ 8ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ദി ഓഡിറ്റ് പ്രോസസ് ഫോളോ അപ്പ് മീൻസ്. ലാസ്റ്റ് സ്റ്റെപ്പ് ആയിരുന്നല്ലോ ഫോളോ അപ്പ്. എന്തായാലും ഫോളോ അപ്പ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം റിപ്പോർട്ട് റെക്കമെൻഡേഷൻസ് ഉണ്ടാവും. നമ്മൾ ഇന്ന വിഷയങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇന്ന വിഷയത്തിൽ പോരായ്മകളുണ്ട്, അത് പരിഹരിക്കേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞ് റെക്കമെൻഡ് ചെയ്ത് പോയിട്ട് അത് അങ്ങനെ പേപ്പറിൽ എഴുതി മാത്രം വെച്ചാൽ മതിയല്ലല്ലോ. അതവിടെ അത്തരം മാറ്റങ്ങൾ അവിടെ മാറിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഫോളോ അപ്പ് എന്ന് പറയാം. അപ്പോൾ ചെക്കിങ് അക്കൗണ്ടിങ് എൻട്രീസ് അഗെയിൻ ആണോ? അല്ല. എൻഷ്യൂർ കറക്റ്റീവ് ആക്ഷൻ ഓൺ റെക്കമെൻഡേഷൻ. ശരിയാണ്, റെക്കമെൻഡേഷൻ്റെ ബേസിൽ കറക്റ്റായിട്ട് അവർ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ എന്ന് ചെക്ക് ചെയ്യൽ, ഉറപ്പ് വരുത്തൽ. പിന്നെ റീറൈറ്റിംഗ് അല്ല, കണ്ടക്റ്റിംഗ് ടാക്സ് ഓഡിറ്റും അല്ല. Which of the following is usually prepared immediately after auditing planning?
ഫോളോയിങ് യൂഷ്വലി പ്രിപ്പയർഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഓഡിറ്റ് പ്ലാനിങ്ങിന് ശേഷം ഏത് സ്റ്റെപ്പാണ് സാധാരണ ഉണ്ടാക്കാറ്? അത് ഓഡിറ്റ് പ്രോഗ്രാമാണോ, ഓഡിറ്റ് റിപ്പോർട്ടാണോ, ലാസ്റ്റാണ് മാനേജ്മെൻറ്റ് ലെറ്റർ ആണോ? അതുമല്ല. ഇൻറ്റേർണൽ കൺട്രോൾ ക്വസ്റ്റിനെയർ ഒന്നുമല്ല. അപ്പോൾ ആൻസർ തന്നെയാണ്? ഓഡിറ്റ് പ്രോഗ്രാം തന്നെയാണ്. നെക്സ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് MCQ ക്വസ്റ്റ്യൻ. ദ സ്റ്റേജ് ഓഫ് ഗ്യാതറിങ് ഓഡിറ്റ് എവിഡൻസ് ഇൻക്ലൂഡ് അനലിറ്റിക്കൽ റിവ്യൂ, ഫിസിക്കൽ വെരിഫിക്കേഷൻ, കൺഫർമേഷൻ. ഈ എല്ലാ പോയിന്റും നമ്മുടെ അതിൽ എന്ത് ചെയ്യുന്നു? ഗ്യാതറിങ് ഓഡിറ്റ് എവിഡൻസ് എന്നതിൽ ടെക്നിക്സ് ആയിട്ട് എണ്ണി പറഞ്ഞിരുന്നു. ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയിന്റുകൾ ഉണ്ടായിരുന്നു. പിന്നെ കൺഫേമിറ്റി അതോടെ കൂടെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ 4-5 പോയിന്റ് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓൾ ഓഫ് ദീസ് ആണ്. നമ്മുടെ സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകളായിട്ട് മുന്നോട്ട് പോവാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.